ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം ഒരിക്കൽ കൂടെ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പിന്നെയും നിങ്ങളുടെ മുമ്പിൽ ഒരു വീഡിയോയുമായി കടന്നു വരുവാൻ സർവ്വകൃപാലുവായ ദൈവം ഇടയാക്കിയ വൻ കൃപകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളിൽ നാം യോഹന്നാൻ എന്ന കഥാപാത്രത്തെയാണല്ലോ പഠിച്ചുകൊണ്ടിരുന്നത്. അത് 8 എപ്പിസോഡുകളോളം ചെയ്യുവാൻ ദൈവം നമ്മെ സഹായിച്ചു. അത് കേൾക്കുകയും കാണുകയും ചെയ്ത പലർക്കും അനുഗ്രഹമായിരുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് നാം പുതിയൊരു കഥാപാത്രവുമായാണ് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. ഹാനോക്ക്, പഴയ നിയമത്തിലെ ഒരു കഥാപാത്രമായ ഹാനോക്കിനെയാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വരച്ചു കാണിക്കുന്നത്. ഹാനോക്ക് എന്ന പേരിൻ്റെ അർത്ഥം പ്രതിഷ്ഠിക്കപ്പെട്ടവൻ അഥവാ സമർപ്പിക്കപ്പെട്ടവൻ എന്നാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ ഹാനോക്ക് എന്ന പേരുള്ള 2 പേരുണ്ട്. ഒരാൾ കയീന്റെ പുത്രനായ ഹാനോക്കാണ്. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ കാണാൻ കഴിയും. ദൈവസന്നിധി വിട്ട് ഓടിപ്പോയ കയീൻ പണിത ആദ്യത്തെ പട്ടണത്തിനും അവൻ തൻ്റെ പുത്രൻ്റെ പേരിട്ടു. അങ്ങനെ ബൈബിളിൽ പറയുന്ന ആദ്യത്തെ പട്ടണത്തിനും ഹാനോക്ക് എന്ന് പേരുണ്ടായി. കൊലപാതകനായ കയീൻ ദൈവസന്നിധി വിട്ട് ഓടിപ്പോയി ഏദന് കിഴക്ക് നോദ് ദേശത്ത് ചെന്ന് പാർത്ത ശേഷം ആദാമിനുണ്ടായ പുത്രനായ ശേത്തിന്റെ വംശപാരമ്പര്യത്തിൽ യരേദിന് ജനിച്ച പുത്രനാണ് നമ്മുടെ പഠന വിഷയമായ ഹാനോക്ക്. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം 12-ാമത്തെ വാക്യം വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. വേദപുസ്തക പ്രകാരം ഏറ്റവും കൂടുതൽ വർഷം ജീവിച്ചിരുന്നത്, അതായത് 969 വർഷം മെഥുശലേഹ് ഹാനോക്കിന്റെ പുത്രനായിരുന്നു. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ പറയുന്ന സാക്ഷികളുടെ സമൂഹത്തിൽ ഹാനോക്ക് 2-ാമനും വംശാവലിയിൽ 7-ാമനുമാണ്. ഹാനോക്കിനെ പറ്റി തിരുവചനത്തിൽ 3 ഭാഗത്ത് കാണുന്നു. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം 21 മുതൽ 24 വരെയും, എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 5-ാമത്തെ വാക്യവും, യൂദാ എഴുതിയ ലേഖനം 14-ഉം 15-ഉം വാക്യം. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ വിശ്വാസവീരന്മാരായിരുന്ന 16 പേരുടെ പേരുകൾ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അവരിൽ സ്ത്രീകളും പുരുഷന്മാരും ഉൾപ്പെടുന്നു. വിശ്വാസികളുടെ പട്ടികയിൽ 1-ാമത് കാണുന്നത് നീതിമാൻ എന്ന് സാക്ഷ്യം ലഭിച്ച ഹാബേലിനെയാണ്. അതിനുശേഷം കാണുന്നത് ഹാനോക്കിനെയാണ്. നീതീകരിക്കപ്പെട്ട വിശ്വാസി എങ്ങനെ ജീവൻ തുടരണമെന്ന് ഹാനോക്ക് നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ഈ തുടർന്നുള്ള ഹാനോക്കിന്റെ പഠനങ്ങൾ നമുക്ക് കേൾക്കുവാനും അതനുസരിച്ച് ഒരു ക്രിസ്തീയ ജീവിതം ഈ ഭൂമിയിൽ എങ്ങനെ ഒരു ക്രിസ്ത്യാനി ജീവിക്കണമെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കുവാനും മുൻപോട്ട് പോകുവാനും കർത്താവ് നമ്മെ ഓരോരുത്തരും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. പിന്നെയും നാളെയും അതിനുശേഷമായിട്ട് കൂടുതൽ ഹാനോക്കിനെ കുറിച്ച് ചിന്തിക്കുവാനും പഠിക്കുവാനും നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വീണ്ടും കാണും വരെയും സർവശക്തനായ ദൈവം തന്റെ ചിറകന്മാരിൽ സൂക്ഷിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ, കാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ.